രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 85ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ ഇവിടം തൊട്ടങ്ങ് കണ്ടു തുടങ്ങുക. എന്നിട്ട് സമയം കിട്ടുമ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ ഒന്നേന്ന് തൊട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേ കണക്ക് നിങ്ങൾ വ്യാഴാഴ്ചത്തെ അഷ്ടപതി കാണണം, തിങ്കളാഴ്ചത്തെ നാരായണീയൻ ക്ലാസ് നിങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ രാധേ രാധേ ചാനലിൽ എന്തൊക്കെയുണ്ട്, എത്ര മണിക്കാണ് എന്നൊക്കെ ഉള്ളത് പിന്നെ ആദ്യം തന്നെ തുടക്കത്തിൽ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ കൂടെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കിട്ടും. അതറിയാവുന്നവർ അത് സ്കിപ്പ് ചെയ്തു പോയിക്കൊള്ളൂ. എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിനകത്ത് പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായത് എന്ന വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ നിശ്ചയമായിട്ടും കാണണം. അതുപോലെ തന്നെ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്നത് എല്ലാ പെമ്മക്കളുള്ള അച്ഛന്മാരും കാണണം, അമ്മമാരും കാണണം. നിശ്ചയമായിട്ടും നിങ്ങളത് കണ്ടിരിക്കണം. സകല പെമ്മക്കളും ആമ്മക്കളും എല്ലാവരും അത് കാണണം. നമുക്ക് രാധയുടെ പ്രണയം 85ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയത് അല്ലേ? കൃഷ്ണൻ പറയുന്നു, ഇതാ എന്നെ കാത്തുനിന്ന ശൈബ്യ, അവൾ ഞാൻ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു. അതെ, കടലിൽ കുടുങ്ങിയ യാദവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോയി. മറ്റുള്ളവരെല്ലാം കൊട്ടാരത്തിൽ പോയി കിടന്നുറങ്ങി. പക്ഷേ ശൈബ്യ, അവൾ എന്നെയും കാത്തു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ സ്നേഹം ഇനി കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ശൈബ്യയെ വിവാഹം കഴിക്കുകയാണ്. ശരിക്കും രുക്മിണി ദേവി ഞെട്ടിത്തെറിച്ചുപോയി. രുക്മിണി ദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. രുക്മിണി ദേവി തിരിഞ്ഞോടിയപ്പോഴാണ് ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞത്, രുക്മിണി, രാധകൃഷ്ണനെ എന്തും മാത്രം സ്നേഹിച്ചിരുന്നു. നീ രാധയുടെ കയ്യിൽ നിന്നും കൃഷ്ണനെ തട്ടിയെടുത്തേത്. രാധയുടെ കയ്യിൽ നിന്ന് കൃഷ്ണനെ തട്ടിയെടുത്തപ്പോൾ രാധ അനുഭവിച്ച മനോവേദന എന്തെന്ന് നിനക്കറിയാമോ? അതറിയണമെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് കൃഷ്ണനെ മറ്റൊരാൾ തട്ടിയെടുക്കണം. ദാ കണ്ടില്ലേ, നിന്റെ കയ്യിൽ നിന്ന് കൃഷ്ണനെ ശൈബ്യ തട്ടിയെടുത്തു. ഇപ്പം നീ കരയുന്നു, ഇപ്പം നീ വേദന അനുഭവിക്കുന്നു. ഇതേ വേദന തന്നെയാണ് രാധയുടെ കയ്യിൽ നിന്ന് നീ കൃഷ്ണനെ തട്ടിയെടുത്തപ്പോൾ രാധാറാണിക്കുണ്ടായതെന്ന് മനസ്സിലാക്കുക. രാധയുടെ മനസ്സ് നൊന്തു. മനസ്സ് നോവുന്നത് ശാപമാണെങ്കിൽ രുക്മിണി ദേവി, ആ ശാപം നിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്നുണ്ട്. ഇനി നീ നോക്കിക്കൊള്ളൂ രുക്മിണി, രാധയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒന്നും സ്ഥിരമായി കിട്ടില്ല. ഇനി ഓരോരുത്തരായിട്ട് നിന്നെ വിട്ടു പോകുന്നത് നിനക്ക് കാണേണ്ടി വരും. ഓരോരുത്തർ രുക്മിണി ദേവി നിന്റെ കയ്യിൽ നിന്നും കൃഷ്ണനെ തട്ടിയെടുക്കുന്നതും നിനക്ക് കാണേണ്ടി വരും. രുക്മിണി ദേവി അസ്തപ്രജ്ഞയായി പോയി. രുക്മിണി ദേവി കട്ടിലിൽ ചെന്നിരുന്ന് ഏങ്ങി ഏങ്ങി കരഞ്ഞിട്ട് പറഞ്ഞു, രാധേ മാപ്പ്, രാധേ മാപ്പ്, രാധേ മാപ്പ്, എന്നോട് ക്ഷമിക്കണേ രാധേ. അങ്ങനെ രുക്മിണി ദേവി കരഞ്ഞ് 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 മയങ്ങിപ്പോയി. അപ്പോൾ ആരോ തൻ്റെ അടുക്കലിരുന്ന് തൻ്റെ ശിരസിൽ ഇങ്ങനെ തലോടുന്നതായിട്ട് രുക്മിണി ദേവിക്ക് തോന്നി. പെട്ടെന്ന് രുക്മിണി ദേവി കണ്ണു തുറന്നു. കണ്ണു തുറന്ന രുക്മിണി ദേവി ഒരു നിമിഷം സ്തംഭിച്ചു പോയി. അത് മറ്റാരുമല്ല, ശൈബ്യയായിരുന്നു. ശൈബ്യ വന്നിട്ട് പറഞ്ഞു, രുക്മിണി ദേവി നോക്കൂ, കൃഷ്ണനെ എനിക്കിഷ്ടമായിരുന്നു, അവനെ ഞാൻ സ്നേഹിക്കുന്നു. ശരി തന്നെയാണ്, അവനെ സ്നേഹിക്കാത്ത ആരാണ് രുക്മിണി ഉള്ളത്? പക്ഷേ ഇവിടെ കൃഷ്ണന്റെ പ്രഖ്യാപനം എന്നെപ്പോലും അമ്പരപ്പിച്ചു കളഞ്ഞു. ഞാൻ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്രയും ദിവസം വരെയും രുക്മിണി കൃഷ്ണൻ പറഞ്ഞിരുന്നത് ഞാൻ സഹോദരിയാണെന്നാണ്. നിന്നെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റൂ ശൈബ്യെന്നാണ് പറഞ്ഞത്. പക്ഷേ വളരെ പെട്ടെന്ന് മാധവൻ എല്ലാം മനസ്സിലാക്കുന്നു. രുക്മിണി കരയരുത്, ഒരു കാര്യം മനസ്സിലാക്കുക, മാധവൻ എല്ലാവരുടേതുമായ മാധവനെ എന്നിലേക്ക് മാത്രം ഒതുക്കാൻ ശ്രമിക്കുന്നതാണ് ആദ്യത്തെ തെറ്റ്. രുക്മിണി, മാധവൻ എൻ്റെയാണ്, മാധവൻ നിന്റെയാണ്, മാധവൻ ഈ പ്രപഞ്ചത്തിലെ ഓരോ സ്ത്രീക്കും അർഹതപ്പെട്ടതാണ് രുക്മിണി. അതുകൊണ്ട് നീ സങ്കടപ്പെടരുത്. പിന്നെ ഒരു കാര്യം രുക്മിണി, ഞാൻ നിനക്ക് വാക്ക് തരുന്നു. നോക്കൂ, കൃഷ്ണൻ ഇന്നത്തെ ദിവസം നിന്റെ കൂടെ തന്നെയാണ് ശയിക്കുന്നത്. ഉറപ്പാണ് രുക്മിണി. നീ പറയാതെ ഒരിക്കലും കൃഷ്ണനും ഞാനും ഒന്നിച്ചൊരു മുറിയിലുണ്ടാകില്ല.
അതുവരെയും മറ്റുള്ളവരുടെ കണ്ണിൽ മാത്രമായിരിക്കും ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാര്. നിന്നെ വേദനിപ്പിച്ചൊന്നും വേണ്ട രുക്മിണി. ഒരു കാര്യം നീ ആലോചിക്കണം, കൃഷ്ണനെ നിന്റെ അടുക്കൽ എത്തിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരാളാണ് ഞാൻ. ഈ ഭാര്യാപദവി എനിക്ക് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് വന്നത് രുക്മിണി. പക്ഷേ ഞാൻ നിനക്ക് വാക്ക് തരുന്നു രുക്മിണി, നിന്റെ അനുമതിയില്ലാതെ ഒരു കാരണവശാലും കൃഷ്ണനും ഞാനും ഒന്നിച്ചുണ്ടാകില്ല. എല്ലാ രാത്രികളിലും കൃഷ്ണൻ നിന്റെ അടുക്കൽ തന്നെയായിരിക്കും. അത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ ശൈബ്യ എഴുന്നേറ്റു. അപ്പൊ രുക്മിണി ദേവി ശൈബ്യയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, നീ എനിക്ക് സഹോദരി തന്നെയാണ്. എല്ലാവരും ചേർന്ന് എന്നെ വല്ലാതെ ചെറുതാക്കുകയാണ്. ശൈബ്യയെ, നിന്റെ മുന്നിൽ എനിക്ക് ഒരുപാട് ചെറുതായി പോയതുപോലെ തോന്നുന്നു. ശൈബ്യ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ആരും ആരെക്കാളും വലുതല്ല, ആരും ആരെക്കാളും ചെറുതുമല്ല. നമ്മളൊക്കെ മാധവൻ നമ്മളെ ഇഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് സമാധാനിക്കുകയാണ് വേണ്ടത്. ഒരു നിമിഷം എന്ന് പറഞ്ഞതിന് ശേഷം ശൈബ്യ പുറത്തേക്കിറങ്ങി കൃഷ്ണന്റെ കൈകൾ പിടിച്ചു കൊണ്ടുവന്നു. വന്നിട്ട് പറഞ്ഞു, രുക്മിണി, ഇതാ മാധവൻ, നിന്റെ മാധവൻ ഇതാ നിൽക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് തന്നെ ഇരുന്നുകൊള്ളൂ, ഞാൻ അപ്പുറത്താണ്. പൂർണ്ണ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ മാധവനെ നിനക്ക് തരുന്നത് എന്ന് പറഞ്ഞ് ശൈബ്യ ഒന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണനും രുക്മിണിയും സാകൂതം ശൈബ്യയെ നോക്കുകയായിരുന്നു. അവിടെ ദുഃഖത്തിൻ്റെ ഒരംശം പോലുമില്ല. ശൈബ്യ നടന്ന് വാതിൽപ്പടിയുടെ അടുക്കലെത്തിയിട്ട് ശൈബ്യ ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് രുക്മിണി ദേവിയോട് പറഞ്ഞു, നോക്കൂ രുക്മിണി, മാധവൻ എന്നെ സ്വീകരിച്ചു, എന്നോട് മാധവന് സ്നേഹം തോന്നി എന്ന് പറഞ്ഞു. ഇന്നെനിക്ക് മാധവന്റെ പത്നി പദവി കിട്ടി. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ അതിൽ സംതൃപ്തി അടയുന്നു. മാധവന്റെ പത്നി എന്ന നിലയിൽ ഞാൻ പരിപൂർണ തൃപ്തയാണ് രുക്മിണി. അതിനപ്പുറം എനിക്കൊന്നും വേണ്ട. നോക്കൂ രുക്മിണി, ഈ മാധവന്റെ ശരീരം മാത്രമേ രുക്മിണി എനിക്കും നിനക്കും എല്ലാം പങ്കിട്ടെടുക്കാൻ പറ്റൂ. അവൻ്റെ മനസ്സ് ഒരേ ഒരാളിലേക്കാണ്, രാധയിൽ നിന്ന് അവൻ്റെ ഹൃദയത്തെ വേർപിരിക്കാൻ നമുക്കാർക്കും കഴിയില്ല രുക്മിണി. അത്രയും പറഞ്ഞ് ശൈബ്യ മന്ദം പുഞ്ചിരിച്ചുകൊണ്ട് ശൈബ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് കൃഷ്ണൻ വന്ന് രുക്മിണിയുടെ അടുക്കലിരുന്നു. എന്നിട്ട് കൃഷ്ണൻ വിളിച്ചു, രുക്കു. കൃഷ്ണന് വല്ലാണ്ട് സ്നേഹം വരുമ്പോഴാണ് കൃഷ്ണൻ രുക്മിണിയെ രുക്കു എന്ന് വിളിക്കുന്നത്. രുക്കു, നീ നോക്കൂ, ഞാൻ ആ കടലിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ പോയി. രുക്കു, നീ പോലും ഇവിടെ വന്ന് കിടന്നില്ലേ? ആരെങ്കിലും ഉണ്ടായിരുന്നോ? പക്ഷെ അവൾ എന്നെയും കാത്ത് ഞാൻ തിരിച്ചു വരുന്നത് വരെ ആഹാരം പോലും കഴിക്കാൻ കൂട്ടാക്കാതെ എന്നെ കാത്തവിടെ നിൽക്കുകയായിരുന്നു. രുക്കു ഒരു ഉത്തമ പത്നിയുടെ ലക്ഷണമാണത്. തനിക്ക് പ്രിയപ്പെട്ടവൻ അപകടത്തിലേക്കെടുത്ത് ചാടിയെന്നറിഞ്ഞാൽ അവൻ്റെ തിരിച്ചു വരവ് വരെ അവക്കുണ്ണാൻ പറ്റില്ല, അവക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഉത്തമയായ പത്നിയുടെ ലക്ഷണം അവൾ പ്രകടിപ്പിച്ചു. അവൾ എൻ്റെ മനസ്സിനെ കീഴടക്കി. എൻ്റെ മനസ്സിനെ കീഴടക്കാത്ത ഒരു സ്ത്രീയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല രുക്കു. അതാദ്യം നീ അറിയുക. രുക്മിണി പറഞ്ഞു, എന്നോട് പൊറുക്കണം, എനിക്കെല്ലാം മനസ്സിലാകുന്നു. ഞാൻ അവിടെ വന്നിട്ട് തിരിച്ചു പോയതും തെറ്റാണ്. ഞാൻ ഇവിടെ വന്ന് ഭക്ഷണവും കഴിച്ചു, ശരിയാണ്. അവൾ അങ്ങയുടെ പത്നി പദവിക്ക് അങ്ങേ അറ്റം യോജിച്ചതാണ്. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീയും യോജിച്ചതാണ്.
നീയും ഒരു രാജകുമാരിയായിരുന്നു. രാജകുമാരിയായിരുന്നു കൊണ്ട് ആട്ടിടയനായ എന്നെ സ്വീകരിക്കുകയും എന്നെ കിട്ടിയില്ലെങ്കിൽ നീ അഗ്നിപ്രവേശം ചെയ്യുകയും ചെയ്യും എന്ന് ശപഥമെടുക്കുക മാത്രമല്ല രുക്കു, അഗ്നിപ്രവേശനത്തിനായി നീ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ രുക്കു, നീയും എൻ്റെ ഭാര്യാ പദവിക്ക് അർഹയാണ്. പക്ഷേ രുക്കു, ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ? അവൾ എന്താണ് പറഞ്ഞത്? നിന്റെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും കൃഷ്ണനുമൊത്ത് ഒന്നിച്ച് ശയിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നീ പറയൂ, എന്താണ് വേണ്ടത്? അപ്പൊ രുക്മിണി ചോദിച്ചു, മാധവ, ശൈബ്യ അങ്ങയുടെ കുഞ്ഞനുജത്തിയാണെന്നല്ലോ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് ശരിക്കും ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ശൈബ്യ പറഞ്ഞു, ശൈബ്യ അങ്ങയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു ശൈബ്യ എൻ്റെ കുഞ്ഞനുജത്തിയാണെന്ന്. പക്ഷേ സത്യത്തിൽ അന്നും അങ്ങ് കരുതിയത് കുഞ്ഞനുജത്തിയായിട്ടാണോ? അതോ അങ്ങയുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു പ്രണയത്തിൻ്റെ നാമ്പുണ്ടായിരുന്നോ? അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ആ സമയത്ത് അവൾ എൻ്റെ കുഞ്ഞനുജത്തിയായിരുന്നു. അതിന് കാരണമുണ്ടിരിക്കൂ. അവൾ സുന്ദരിയാണ്. പക്ഷേ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ഉദ്ധവൻ. അതുപോലെ പ്രിയപ്പെട്ടതാണ് ശ്വേതകേതു. ഉദ്ധവൻ എൻ്റെ കൂടെ ഒരു നിഴല് പോലെ കുട്ടിക്കാലം തൊട്ടേ ഉണ്ട്. ആ ഉദ്ധവൻ അവളെ സ്നേഹിച്ചു, ശ്വേതകേതുവും അവളെ സ്നേഹിച്ചു. സ്വാഭാവികമായിട്ടും ശ്വേതകേതുവും ഉദ്ധവനും സ്നേഹിക്കുന്ന പെണ്ണ് എനിക്ക് അനുജത്തിയാണ് രുക്കു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനുജത്തിയാണ്. അതുകൊണ്ട് മാത്രമാണ് അവളെ ഞാൻ അനുജത്തിയായി കരുതിയത്. ഓർമ്മിക്കുക, കൃഷ്ണൻ ഒരാളെ അനുജത്തി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൃഷ്ണന് അനുജത്തി തന്നായിരിക്കും രുക്കു. അതേസമയം അവൾ ഒരു കാരണവശാലും ശ്വേതകേതുവിനെയും ഉദ്ധവനെയും സ്വീകരിക്കില്ല എന്ന സത്യം ഉദ്ധവൻ ഉൾക്കൊണ്ടു, ശ്വേതകേതുവും ഉൾക്കൊണ്ടു. അവർ രണ്ടുപേരും പിന്മാറുകയായിരുന്നു. അവരെന്നോട് പറഞ്ഞു, അവൾക്ക് സ്നേഹം കൃഷ്ണ നിന്നോടാണ്, അവളെ സ്വീകരിക്കണം. അപ്പോഴും ഞാൻ തയ്യാറായില്ല. പക്ഷേ ഏതൊരു സ്ത്രീയാണോ ഉത്തമ പത്നിയുടെ ലക്ഷണം കാണിക്കുന്നത്, അവളെ എങ്ങനെ സ്വീകരിക്കാതിരിക്കും രുക്കു? രുക്മിണി ഒന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണൻ രുക്മിണിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഉറപ്പാണ് രുക്കു, നിന്റെ അനുവാദമില്ലാതെ ശൈബ്യയുടെ അടുക്കലേക്ക് ഒരു കാരണവശാലും ഈ കൃഷ്ണൻ പോകില്ല. ഇനി കൃഷ്ണൻ ചെന്നാലും ശൈബ്യ വാതിലുകൾ കൊട്ടിയടയ്ക്കും. രുക്മിണി കൃഷ്ണനെ ഇറുകെ പുണർന്നു, കൃഷ്ണൻ രുക്മിണിയെയും ഇറുകെ പുണർന്നു. വീണ്ടും അവർ രണ്ടുപേരും സ്നേഹിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം കൃഷ്ണൻ എന്നും അതിരാവിലെ എഴുന്നേറ്റ് സ്നാനത്തിന് പോയി. ആ സമയത്ത് രുക്മിണി ദേവി എഴുന്നേറ്റപ്പോൾ ശൈബ്യ പൂജയും പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞു വരികയാണ്. രുക്മിണി ദേവി വന്ന് ശൈബ്യയുടെ കൈകൾ സ്വന്തം കൈകളിൽ എടുത്തിട്ട് രുക്മിണി ദേവി പറഞ്ഞു, ശൈബ്യയെ അനുജത്തി, തുറന്ന മനസ്സോടെ തുറന്ന ഹൃദയത്തോടെ ഈ രുക്മിണി പറയുന്നു, ഇന്ന് രാത്രി നീ കൃഷ്ണനോടൊപ്പമായിരിക്കും, ഞാനും നീയും കൃഷ്ണന്റെ സപത്നികളായിരിക്കും, ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞ് രുക്മിണി ശൈബ്യയെ ചേർത്ത് നിർത്തി. ശൈബ്യ രുക്മിണിയെയും വാരിപ്പുണർന്നു. ഇത് കണ്ട് ദേവകിയും വസുദേവനും വല്ലാതെ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അവർക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ഈ രണ്ട് സ്ത്രീകൾ, ഇവരുടെ ഇടയ്ക്ക് ആ കൃഷ്ണൻ ഒരു സ്വസ്ഥമായ ജീവിതം ഒരിക്കലും തൻ്റെ മകന് കിട്ടില്ല എന്ന് കരുതിയതാണ്. ആ സമയത്താണ് ഇത് സംഭവിച്ചത്. ഈ സമയം നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ദ്രൗപദിയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധമെന്തേ? കൃഷ്ണന് ദ്രൗപദിയെ സ്നേഹമായിരുന്നു, ദ്രൗപദിക്ക് കൃഷ്ണനെയും പ്രണയമായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അതിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. നോക്കൂ, കുട്ടിക്കാലത്ത് പാഞ്ചാലദേശത്തിൻ്റെ രാജാവായ ദ്രുപദനും
അതേ കണക്ക് തന്നെ ദ്രോണാചാര്യരും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. അവരൊന്നിച്ചാണ് പഠിച്ചത്. ഭരദ്വാജൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ മകനാണ് ആരെന്ന് പറയുന്നത്? സാക്ഷാൽ ദ്രോണാചാര്യരെന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഒന്നിച്ചു പഠിച്ചു, ഒന്നിച്ചു വളർന്നു. പല ആൾക്കാരും ആ സ്ഥലത്തുണ്ടായിരുന്നു എങ്കിലും ദ്രുപദനൊരു പ്രത്യേക സ്നേഹം ദ്രോണരോടൊപ്പം ഉണ്ടായിരുന്നു. ദ്രോണർക്ക് ദ്രുപദനോടും രണ്ടുപേരും കുട്ടിക്കാലത്ത് അത്യധികം സ്നേഹിച്ചു. അതായത് ദ്രുപദന് ദ്രോണനെന്ന് പറഞ്ഞാൽ ഒരു ആവേശം തന്നെ ആയിരുന്നു. അങ്ങനെ ആവേശം മൂത്ത ഒരു സന്ദർഭത്തിൽ ദ്രുപദൻ ഒരു ദിവസം ഗംഗയിൽ നിന്ന് ജലമെടുത്തു. ഗംഗയിൽ നിന്ന് ജലമെടുത്ത് തൻ്റെ കൈകളിൽ വെച്ചിട്ട് പറഞ്ഞു, നോക്കൂ, എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് രാജ്യാവകാശം ലഭിക്കും ദ്രോണരെ. അങ്ങനെ ലഭിക്കുന്ന സമയത്ത് ഞാനിതാ സത്യം ചെയ്യുന്നു, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി നിനക്കായിരിക്കും. ദ്രോണാചാര്യർ അത് അപ്പടിയെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ശരിക്കും ഒരു കുട്ടിക്കാലത്തുള്ള കളി, പക്വത എത്തുന്നതിന് മുമ്പുള്ള ഒരു വാഗ്ദാനം മാത്രമായിരുന്നു അത്. അതിനുശേഷം അവരുടെ ഗുരുകുല വിദ്യാഭ്യാസം അവസാനിച്ചു. ദ്രുപദൻ തൻ്റെ രാജ്യങ്ങളിലേക്ക് വന്നു. ദ്രോണരാകട്ടെ തൻ്റെതായ കാര്യങ്ങൾ നോക്കാനായി ദ്രോണരും അവിടെ നിന്ന് പിരിഞ്ഞുപോയി. അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിച്ചു? ഒരു ദിവസം ദ്രോണരറിയുന്നു, ദ്രുപദനിതാ രാജാവായി. വർഷങ്ങളേറെ പിന്നിട്ടു. അങ്ങനെ ദ്രോണാചാര്യര് ഒരു ദിവസം ദ്രുപദനെ കാണാനായി പാഞ്ചാല ദേശത്ത് വന്നു. ദ്രുപദൻ ഓടിച്ചെന്ന് ദ്രോണരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിരുത്തി. ദ്രോണർക്ക് വിലപിടിച്ച രത്നങ്ങൾ സമ്മാനമായി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, അങ്ങേക്ക് ഇവിടെ ഒരു ആശ്രമം പണിയാമെന്ന് പറഞ്ഞു. അപ്പൊ ദ്രോണര് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല, പഴയ ഒരു വാക്ക് മറന്നു. അപ്പൊ ദ്രുപദൻ ചോദിച്ചു, ഏത് വാക്ക്? ദ്രുപദൻ യഥാർത്ഥത്തിൽ അത് അന്നേ മറന്നുപോയി. കുട്ടിക്കാലത്ത് കൊടുത്ത ഒരു കളി മാത്രമാണത്. അപ്പോൾ പറഞ്ഞു, കുട്ടിക്കാലത്ത് ഗംഗയിലെ ജലമെടുത്തിട്ട് പറഞ്ഞില്ലേ എനിക്ക് പകുതി രാജ്യം തരാമെന്ന്. അപ്പൊ ദ്രുപദൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, നമ്മൾ പക്വതയില്ലാത്ത കാലത്ത് എന്തൊക്കെ പറഞ്ഞു. അപ്പൊ ദ്രോണരുടെ മുഖം ചുവന്നു. ദ്രോണര് പറഞ്ഞു, പറഞ്ഞാൽ വാക്കുപാലിക്കണം. എനിക്ക് പകുതി രാജ്യം തരാമെന്ന് പറഞ്ഞു, അത് കിട്ടണം. ദ്രുപദൻ ഒരു നിമിഷം അമ്പരന്ന് പോയി. ഈ പറയുന്നത് എന്താണ്? സ്വബോധത്തോടു കൂടിയാണോ? സത്യമാണോ? ദ്രുപദൻ പറഞ്ഞു, കുട്ടിക്കാലത്തെ ഒരു കളി മാത്രമാണത്. ആ കളിയിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇപ്പോഴാണ് അത് ഓർക്കുന്നത് പോലും. അപ്പോൾ പറഞ്ഞു, കുട്ടിക്കാലത്തായാലും മുതിർന്നിട്ടായാലും വാക്കുപാലിക്കണം, എനിക്ക് പകുതി രാജ്യം തരണം. അപ്പോൾ പൊതുവെ ശാന്തനാണ് ദ്രുപദൻ പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും? ദ്രുപദന്റെ കയ്യിൽ നിന്ന് പകുതി രാജ്യം കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ദ്രോണർ ദ്രുപദന്റെ നേർക്ക് അധിക്ഷേപ വാക്കുകൾ ചൊരിയാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും ദ്രുപദനും തിരിച്ചു കയർക്കേണ്ടി വന്നു. തൻ്റെ രാജധാനിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയേണ്ടി വന്നു. അവിടെ നിന്ന് ദ്രോണർ ഇറങ്ങി. ദ്രോണർക്കതൊരു അപമാനമായി തോന്നി. ദ്രോണരുടെ മനസ്സിൽ പകമൂത്തു. ഓർമ്മിക്കുക, നിങ്ങൾ കണ്ടിട്ടുള്ളൊരു ദ്രോണരല്ല. ദ്രോണർ യഥാർത്ഥത്തിൽ പകമൂത്ത ഒരാളാണ്. ഈ കഥയിലെ ഒരു അരവില്ലനാണ് ആരെന്ന് പറയുന്നത് ദ്രോണന് വല്ലാതെ പകമൂത്തു. ദ്രോണാചാര്യർ നേരെ പോയത് പരശുരാമന്റെ അടുക്കലേക്കാണ്. പരശുരാമന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പരശുരാമന്റെ പക്കൽ നിന്ന് ആയുധ വിദ്യകൾ അഭ്യസിച്ചു. പരശുരാമന് വളരെ പ്രിയപ്പെട്ട ശിഷ്യനായി ദ്രോണര് മാറി. ആയുധങ്ങൾ നിർമ്മിക്കുന്ന വിധവും പരിശീലിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അസാധാരണമായ ഒരു പോരാളിയായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ ദ്രോണര് അവിടെ വെച്ച് എന്തു ചെയ്യുകയായിരുന്നു? കൃപാദേവിയെ വിവാഹം കഴിക്കുന്നു. അവരുടെ സഹോദരനാണ് കൃപാചാര്യര്. അങ്ങനെ ദ്രോണർ കുരുവംശത്തിലേക്ക് വരികയാണ്. ദ്രോണരുടെ മനസ്സിൽ ഒരേ ഒരു വിചാരമാണ്, പാഞ്ചാലദേശം പിടിച്ചടക്കണം. പക്ഷേ ഹസ്തിനപുരം കഴിഞ്ഞാൽ ഏറ്റവും ശക്തമാണ് പാഞ്ചാലത്തെ പിടിച്ചടക്കുക എളുപ്പമല്ല.
അതിന് കുരുവംശത്തിന്റെ സഹായം വേണം. ആ സമയത്ത് നിങ്ങൾക്കറിയാവുന്ന കഥയാണ് ഇല്ലേ? ഒരു പന്ത് കിണറ്റിനകത്ത് പോയി. അപ്പോൾ ഇദ്ദേഹം വന്നു, അസ്ത്രങ്ങൾ ഇതെല്ലാം കുമാരന്മാർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഭീഷ്മർ അറിയുന്നു. അങ്ങനെ ഭീഷ്മര് തൻ്റെ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും മക്കളെ വിദ്യ അഭ്യസിപ്പിക്കാൻ ദ്രോണരെ ഏർപ്പെടുത്തി. ദ്രോണാചാര്യർ അവരെ വിദ്യ അഭ്യസിപ്പിച്ചു. ആ വിദ്യ അഭ്യസിപ്പിക്കുന്ന സമയത്തും ദ്രോണരുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. ഒന്ന്, ദ്രുപദനോടുള്ള പക. രണ്ട്, കുരുവംശം. കുരുവംശം തൻ്റെ അധീനതയിൽ നിൽക്കണം, എപ്പോഴും തൻ്റെ അധീനതയിൽ നിൽക്കണം. അതിനിവരൊന്നിച്ചുകൂടാ. പാണ്ഡവരും കൗരവരും തമ്മിൽ എപ്പോഴും ഒരു സ്പർദ്ധയുണ്ട്. ആ സ്പർദ്ധയ്ക്ക് അകലം കൂട്ടുന്നതിനും പലപ്പോഴും ദ്രോണരുടെ പ്രവർത്തികൾ സഹായകമായി. ആ സമയത്ത് പഞ്ചപാണ്ഡവരായിരുന്നു ദ്രോണർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. പക്ഷേ ദ്രോണാചാര്യരുടെ മകൻ ആരുടെ കൂടെ? ദുര്യോധനന്റെ കൂടെയായിരുന്നു. ദുര്യോധനനേക്കാൾ വിശ്വസിക്കാൻ പറ്റുന്നത് പാണ്ഡവരാണെന്നൊരു ചിന്ത ആ ദ്രോണാചാര്യർക്കുണ്ടായിരുന്നു. അങ്ങനെ വിദ്യയെല്ലാം പൂർത്തിയായി. ഗുരുദക്ഷിണയുടെ സമയമായപ്പോൾ അർജുനനെ വിളിച്ചിട്ട് പറഞ്ഞു, അർജുന, എനിക്ക് ഗുരുദക്ഷിണയായി വേണ്ടത് പാഞ്ചാല ദേശത്ത് ചെല്ലണം. പാഞ്ചാല രാജാവായ ദ്രുപദനെ പിടിച്ചു കെട്ടി എൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടും നനച്ചിരിക്കാതെ, ഒരല്പം പോലും പ്രതീക്ഷിക്കാത്ത ഒരവസരത്തിൽ അർജുനനും കൂട്ടരും കൂടി പാഞ്ചാല ദേശത്തേക്കൊരു മിന്നലാക്രമണമാണ് അടിച്ചുവിട്ടത്. ആ മിന്നലാക്രമണത്തെ തടുത്തു നിർത്താൻ ആർക്ക് കഴിഞ്ഞില്ല? ദ്രുപദന് കഴിഞ്ഞില്ല. അതേ അർജുനൻ ദ്രുപദനെ പിടിച്ചുകെട്ടി. അർജുനൻ ദ്രുപദന്റെ 1-ാം നമ്പർ ശത്രുവായി മാറുകയാണ്. കഥകൾ നിങ്ങൾ പലതും കേട്ടിട്ടുള്ളത് പോലെയല്ല. ദ്രുപദന്റെ 1-ാം നമ്പർ ശത്രുവായിട്ട് അർജുനൻ മാറുന്നു. അർജുനൻ ദ്രുപദനെ പിടിച്ചുകെട്ടി ദ്രോണരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ ദ്രോണാചാര്യര് ദ്രുപദനെ ആക്ഷേപിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ നീ ഒന്നുമില്ലാത്തവനായി ദ്രുപദ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ന് പാഞ്ചാല ദേശത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ഞാനാണ്. എൻ്റെ മുന്നിൽ ഒന്നുമില്ലാതെയാണ് നീ നിൽക്കുന്നത്. പക്ഷെ നിന്നെപ്പോലല്ല ദ്രുപദ, ഞാൻ വാക്കുപാലിക്കും. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, എനിക്കെന്ത് സൗഭാഗ്യം കിട്ടിയാലും അതിൻ്റെ പകുതി നിനക്ക് തരുമെന്ന്. നീ പറഞ്ഞു, നിനക്ക് കിട്ടുന്ന സൗഭാഗ്യത്തിൻ്റെ പകുതി എനിക്ക് തരുമെന്ന്. ഞാനിതാ വാക്കുപാലിക്കുന്നു. പകുതി ദേശം നിനക്ക്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ടമായ പ്രദേശമായ ഹരിക്ഷത്ര ആരെടുക്കുകയാണ്? ദ്രോണരെടുക്കുകയാണ്. എന്നിട്ട് തൻ്റെ മകനായ അശ്വത്ഥാമാവിനെ അവിടെ സ്ഥാപിക്കുകയാണ്. അശ്വത്ഥാമാവിനെ അവിടുത്തെ രാജാവാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ദ്രുപദൻ പറഞ്ഞു, ഒരു വലിയ മോചന ദ്രവ്യവും കൂടെ നീ എനിക്ക് തരണം, നിന്നെ മോചിപ്പിക്കാൻ ഒരു വലിയ തുകയും കൂടെ വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി പൊയ്ക്കൊള്ളൂ, ദ്രോണരുടെ ഔദാര്യമാണിത്. നിന്റെ രാജ്യഭരണം, നിന്റെ രാജത്വം ഈ ദ്രോണരുടെ ഔദാര്യമാണ് ദ്രുപദ. ദ്രുപദൻ തിളയ്ക്കുന്ന മനസ്സോടുകൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ദ്രുപദന്റെ മനസ്സിൽ പക നുരയിടുകയായിരുന്നു. പിന്നെ ദ്രുപദൻ ഒരേ ഒരു ലക്ഷ്യം മാത്രം, ഏതു വിധത്തിലും ദ്രോണരെ തോൽപ്പിക്കണം. ദ്രോണരെ തോൽപ്പിച്ച് ആ രാജ്യം തനിക്ക് തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി മാത്രമായി ജീവിതം ഒഴിഞ്ഞു വച്ചു. അദ്ദേഹത്തിന് 3 മക്കളാണ്. ദൃഷ്ടദ്യുമ്നൻ, സത്യാജിത്ത്, പിന്നെ കൃഷ്ണ എന്നറിയപ്പെടുന്ന ദ്രൗപദിക്ക് 20 വയസ്സാകാൻ പോകുന്നു. ഹസ്തിനപുരത്തിന്റെ രാജാവായിട്ടിതാ യുധിഷ്ഠിരൻ വന്നു കഴിഞ്ഞു. അർജുനൻ ശക്തി പ്രാപിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ജരാസന്ധനും ശക്തി പ്രാപിക്കുകയാണ്. തൻ്റെ സമീപത്തുള്ള കാശി രാജാവ് ജരാസന്ധനുമായി ഏതാണ്ട് ചേരും. അപ്പൊ ജരാസന്ധനും അവരും തമ്മിൽ ഒന്നിച്ചു ചേരുകയാണെങ്കിൽ പാഞ്ചാല ദേശത്തെ നിഷ്പ്രയാസം കീഴടക്കാൻ അവർക്ക് സാധിക്കും. അങ്ങനെ കുരുവംശം ശക്തി പ്രാപിച്ചു വരുന്നു. അർജുനൻ ശക്തി പ്രാപിച്ചു വരുന്നു. അപ്പൊ ദ്രുപദൻ ഒരു തീരുമാനമെടുത്തു. അർജുനനെ വെല്ലാൻ കഴിയുന്ന, ഹസ്തിനപുരത്തെ എതിരിടാൻ കഴിയുന്ന
ഒരു വില്ലാളി വീരനെ കൊണ്ട് എൻ്റെ മകൾ കൃഷ്ണയെ, ദ്രൗപദിയെ വിവാഹം കഴിപ്പിക്കണം. അതിനു പറ്റിയത് ആരാണ് എന്ന ചിന്തയിലാണ്ട സമയത്ത് അങ്ങോട്ടേക്ക് വരികയാണ് സാന്ദീപനി. സാന്ദീപനി ഗുരു വരുന്നു എന്നറിഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി ദ്രുപദൻ ചെന്നു. ഓർമ്മിക്കുക, ദ്രുപദൻ ഒരു നല്ല മനുഷ്യനാണ്. ദ്രോണാചാര്യര് കുട്ടിക്കാലത്ത് നമ്മൾ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ആരെങ്കിലും ചെയ്യൂ അങ്ങനെ? രാജാവായി കഴിയുമ്പോൾ നിനക്ക് കിട്ടിയ പദവി പകുതി എനിക്ക് തരാം. ഇപ്പോൾ പണ്ടെന്നാണ് നരേന്ദ്രമോദി കൂട്ടുകാരടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടുന്ന പദവി നിനക്കും പകുതി തരാം. അത് വെച്ചുകൊണ്ട് കൂട്ടുകാരൻ ഇപ്പം ചെന്നിട്ട് പറയുകയാണ്, നീ പ്രധാനമന്ത്രിയായി 2.5 വർഷം ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അതെന്തൊരു ന്യായമാണ്? അതൊരിക്കലും ഒരു ന്യായമല്ല. പക്ഷെ ദ്രുപദൻ ഓടിച്ചെന്ന് സാന്ദീപനിയെ വിളിച്ചു, പൂജിച്ചു, ആദരിച്ചിരുത്തി. ആദരിച്ചിരിച്ചതിന് ശേഷം സാന്ദീപനി പറഞ്ഞു, നോക്കൂ സാന്ദീപമുനെ, എൻ്റെ മകൾ ദ്രൗപദി കൃഷ്ണ, അവൾക്ക് 20 വയസ്സ് കഴിഞ്ഞു. അവൾക്ക് ഉത്തമനായ ഒരു വരനെ കണ്ടെത്തണം. എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് എനിക്കൊരു വില്ലാളി വീരന്റെ പേര് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ സാന്ദീപനി ഒന്ന് പുഞ്ചിരിച്ചു. സാന്ദീപനി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഏറ്റവും വലിയ വില്ലാളി വീരൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, അത് അർജുനൻ തന്നെയാണ്. പിന്നെ അർജുനനെ ഒരു കാരണവശാലും അങ്ങേക്ക് പറ്റില്ലല്ലോ. അങ്ങയുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ അർജുനൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അർജുനൻ പറ്റില്ല. പിന്നെ അർജുനന് തുല്യനല്ലെങ്കിലും അവനോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരാൾ കർണനാണ്. അവൻ സൂതപുത്രനാണ് എന്ന് മാത്രവുമല്ല, അവൻ്റെ സ്വഭാവത്തിലും അസുര ഗുണങ്ങളുണ്ട്. അവൻ എന്നും ദുര്യോധനൻ അടിമയുമായിരിക്കും. അതുകൊണ്ട് അതും നടക്കില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, അങ്ങ് എത്ര പേരെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, എത്ര പേരാണുള്ളത്. അതുകൊണ്ട് എൻ്റെ മകൾക്ക് ചേർന്ന ഒരു ഉത്തമനായ ആളെ കണ്ടെത്താൻ അങ്ങേക്ക് സാധിക്കും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ഒരാളെ കണ്ടെത്തിയാൽ ദ്രൗപദി അതിന് സമ്മതം മൂടുമോ? അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും സമ്മതം മൂളും. അറിയുമോ, ദ്രൗപദിയുടെ മനസ്സും രോക്ഷം കൊണ്ട് തിളയ്ക്കുകയാണ്. ദ്രൗപദിയുടെ മനസ്സ് ദ്രോണരോടും കുരുവംശത്തോടും പകയാണവൾക്ക്, കഠിനമായ പക. അപ്പൊ സാന്ദീപമുനി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വേറെ ആരാണുള്ളത്? വിന്ദൻ, അനുവിന്ദൻ മിടുക്കന്മാരാണ്, ബഹുമിടുക്കന്മാരാണ്. അപ്പൊ ആ സമയത്ത് നിഷേധാർത്ഥത്തിൽ തലയാട്ടി ദ്രുപദൻ പറഞ്ഞു, ഇല്ല, അർജുനനോട് എതിരിടാൻ അവര് പറ്റില്ല. പക്ഷേ മുനേ, അങ്ങയുടെ കയ്യിൽ ഒരു ശിഷ്യനുണ്ട്, കുരുവംശത്തോട് എതിരിടാൻ പറ്റിയ ഒരു ശിഷ്യനുണ്ട്. അപ്പൊ സാന്ദീപമുനി ചോദിച്ചു, ആരാണത്? അപ്പോൾ പറഞ്ഞു, 4 കുതിരകളെ പൂട്ടിയ രഥം. 4 കുതിരകളെ പൂട്ടിയ രഥം. ആ രഥത്തിൽ കുതിരകൾ അതിവേഗം പായും. അങ്ങനെ അതിവേഗം പായുമ്പോൾ അതിനകത്തിരുന്ന് അമ്പുകൾ എയ്യാൻ കഴിവുള്ള ഒരാൾ അങ്ങയോടൊപ്പം ഉണ്ടല്ലോ. ഏത് ദിക്കിലേക്ക് പമ്പെയ്യാൻ പറ്റുന്ന അസാധാരണമായ ഒരാൾ. സാധാരണഗതിയിൽ ഏതും നടക്കും. അർജുനനാകട്ടെ, തനിക്ക് കണ്ണും പൂട്ടിക്കൊണ്ട് ലക്ഷ്യസ്ഥാനം ഭേദിക്കാൻ പറ്റും. പക്ഷേ ഓടുന്ന കുതിരയിൽ ഇരുന്നു കൊണ്ട് അസ്ത്രമെയ്യാൻ പറ്റില്ല. അത് അസാമാന്യ വൈദഗ്ധ്യം വേണം. അതും ഒരു കുതിരയല്ല, 4 കുതിരകളുടെ വേഗതയാണ്. അതിനനുസരിച്ച് അമ്പെയ്ത് ലക്ഷ്യം ഭേദിക്കാൻ കഴിവുള്ള ഒരാളുണ്ടല്ലോ. അപ്പൊ സാന്ദീപമുനി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതെ, അത് മറ്റാരുമല്ല, അത് കൃഷ്ണനാണത്. പക്ഷേ നടക്കില്ല, ഒരു കാരണവശാലും നടക്കില്ല. അപ്പൊ ചോദിച്ചു, എന്തുകൊണ്ട് നടക്കില്ല? എന്തുകൊണ്ടാണത് നടക്കാത്തത്? അപ്പോൾ പറഞ്ഞു, അവൻ ദ്രൗപദിയെ വിവാഹം കഴിച്ചാൽ അങ്ങയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കുരുവംശത്തെ കീഴടക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പറഞ്ഞു, അതെ, കുരുവംശത്തെ കീഴടക്കണമെന്നുണ്ടെങ്കിൽ
ദ്രോണരെ പരാജയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം പഞ്ചപാണ്ഡവരെ തോപ്പിക്കണം. പഞ്ചപാണ്ഡവര് കൃഷ്ണനേറെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ഇത് സ്വീകരിക്കുകയില്ല. അപ്പോഴേക്കും സാന്ദീപമുനിയുടെ മുഖം ഇരുണ്ടു. സാന്ദീപമുനിയല്ല, ദ്രുപദന്റെ മുഖം ഇരുണ്ടു. ദ്രുപദൻ പറഞ്ഞു, നോക്കൂ, കൃഷ്ണൻ എൻ്റെ മകളെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ കാല് പിടിച്ചു പറയുകയാണ്. അങ്ങ് പറഞ്ഞാൽ കൃഷ്ണൻ കേൾക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മധുര മരുഭൂമി പോലെ കിടക്കുകയാണ്. മധുര പുനർനിർമ്മിക്കാൻ ഞാൻ സഹായിക്കും. എന്നു മാത്രവുമല്ല, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഞാൻ കൃഷ്ണന് കൊടുക്കും. കൃഷ്ണനെ ഞാൻ അവിടെ രാജാവാക്കും. അപ്പൊ സാന്ദീപമുനി പറഞ്ഞു, അങ്ങേക്ക് കൃഷ്ണനെ അറിയില്ല. അവന്റെ ഹൃദയം കീഴടക്കുന്ന സ്ത്രീക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ പറഞ്ഞു, എൻ്റെ മകൾ അതിനു മിടുക്കിയാണ്. എൻ്റെ കൃഷ്ണ, അവൾ ഉത്തമയായ സ്ത്രീയാണ്. സൗന്ദര്യത്തിലും ഇവരെക്കാളും അത്യുത്തമയാണ് അവള്. അപ്പോൾ ചോദിച്ചു, അല്ല, സാന്ദീപമുനി പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ദ്രൗപദി അങ്ങ് പറയുന്ന അനുസരിച്ച് ഞാൻ കൃഷ്ണന്റെ അടുക്കൽ ചെന്ന് സംസാരിക്കുന്നു. കൃഷ്ണൻ പറയുന്നു ദ്രൗപദിയെ വിവാഹം കഴിക്കാമെന്നും പറയുന്നു. ആ സമയത്ത് ദ്രൗപദി തനിക്ക് കൃഷ്ണനെ സ്വീകാര്യമല്ലെങ്കിലോ? അപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ദ്രുപദൻ, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആരെയും കെട്ടും. അങ്ങനെയല്ല, അതിൻ്റെ പേരിൽ ഒരിക്കലും മാധവനെ കിട്ടില്ല. അങ്ങിപ്പ ദ്രൗപദിയെ വിളിക്കൂ, എനിക്കതറിയണം. അപ്പോൾ രാജാവ് പറഞ്ഞു, ആരെവിടെ? ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുവരൂ. അപ്പോൾ നേരെ ദ്രൗപദിയുടെ അടുക്കലേക്ക് ആൾ പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇതാ ദ്രൗപദി വരികയാണ്. ദ്രൗപദി വന്ന് തൻ്റെ പിതാവിനെ വണങ്ങി. അപ്പോൾ പിതാവ് പറഞ്ഞു, മകളെ, സാന്ദീപമുനിക്ക് എന്തോ നിന്നോട് ചോദിക്കാനുണ്ട്. അപ്പൊ സാന്ദീപമുനി ചോദിച്ചു, ദ്രൗപദി, നിനക്ക് വയസ്സ് 20ആയി, നിനക്ക് വിവാഹപ്രായം അടുത്തു കഴിഞ്ഞു. മകളെ, നിനക്കൊരു വിവാഹം കഴിക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, കഴിക്കണം. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? നിനക്കിഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ദ്രൗപദി ഒന്നും മിണ്ടിയില്ല. ദ്രൗപദി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോൾ സാന്ദീപമുനി വളരെ സൂക്ഷ്മമായി ദ്രൗപദിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കൃഷ്ണനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അപ്പോൾ ദ്രൗപദി പറഞ്ഞു, കൃഷ്ണനെ മോഹിക്കാത്ത ആരാണുള്ളത്? ആരാണ് കൃഷ്ണനെ മോഹിക്കാത്തത്? വില്ലാളി വീരൻ, സൗന്ദര്യത്തിൻ്റെ ധാമം, കൃഷ്ണനെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ സാന്ദീപമുനി ചോദിച്ചു, അല്ല, കൃഷ്ണന്റെ ഒരു വിവാഹാലോചന വന്നാൽ എന്താണ് നിന്റെ അഭിപ്രായം? അപ്പോൾ ദ്രൗപദിയുടെ മുഖം ചുവന്നു തുടുക്കുന്നത് സാന്ദീപമുനി കണ്ടു. കണ്ണുകളിൽ നാണം മിന്നി മറയുന്നതും സാന്ദീപമുനി കണ്ടു. അപ്പോൾ ദ്രൗപദി ലജ്ജ കൊണ്ടൊന്ന് കുനിഞ്ഞിട്ട് പറഞ്ഞു, കൃഷ്ണനെ എനിക്കിഷ്ടമാണ്. അപ്പൊ ചോദിച്ചു, കൃഷ്ണന്റെ ഒരു വിവാഹം വന്നാൽ അതിന് നിനക്ക് സമ്മതമാണോ? ദ്രൗപദി തലകുനിച്ചു. എന്ന് മാത്രവുമല്ല, ലജ്ജയോടുകൂടി ഓടിപ്പോയി. അത് ദ്രുപദനെ പോലും അത്ഭുതപ്പെടുത്തി. കാരണം സാധാരണ ഏത് വിവാഹാലോചനകൾ വന്നാലും അതെ മുഖത്തു നോക്കി കാര്യങ്ങൾ പറയുന്ന ആളാണ് ദ്രൗപദി. പക്ഷേ കൃഷ്ണന്റെ പേര് പറഞ്ഞതോടുകൂടി ദ്രൗപദിയുടെ മുഖം ചുവന്നു. അപ്പോൾ ദ്രുപദന്റെ പുത്രി ആയതുകൊണ്ടാണ് ദ്രൗപദി എന്ന പേര് കിട്ടിയത്. യഥാർത്ഥത്തിൽ ദ്രൗപദിയുടെ പേര് കൃഷ്ണ എന്നാണ്, പക്ഷെ പ്രശസ്തയായത് ദ്രൗപദി. അപ്പൊ സാന്ദീപമുനിയോട് ചോദിച്ചു, എന്തു പറയുന്നു? അപ്പൊ സാന്ദീപമുനി പറയുന്നു, അതെ, കൃഷ്ണനെ ദ്രൗപദിക്ക് ഇഷ്ടമാണ്. അതെനിക്ക് വ്യക്തമായി കഴിഞ്ഞു. ദ്രൗപദി ഉള്ളുകൊണ്ട് കൃഷ്ണനെ പ്രണയിക്കുന്നു, അവനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനി അറിയേണ്ടത് കൃഷ്ണന്റെ കാര്യമാണ്. രാജാവേ, എൻ്റെ കണ്ണിൽ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ. അർജുനനുമായി യുദ്ധം ചെയ്യാൻ കൃഷ്ണൻ തയ്യാറാകില്ല. കൃഷ്ണനുമായി യുദ്ധം ചെയ്യാൻ അർജുനനും തയ്യാറാകില്ല. അങ്ങനൊരു പ്രതിസന്ധിയിലേക്ക് അർജുനനെ വലിച്ചഴയ്ക്കാൻ അവൻ തയ്യാറാകില്ല. അതുമാത്രമായിരിക്കും കൃഷ്ണന് ദ്രൗപദിയെ വിവാഹം കഴിക്കാനുള്ള തടസ്സം. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ കാല് പിടിക്കുന്നു. ഞാൻ അങ്ങയുടെ കാല് പിടിച്ചിട്ട് പറയുകയാണ്, ദ്രൗപദിയെ കൃഷ്ണൻ വിവാഹം കഴിക്കണം. അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യാം. അങ്ങേക്കത് പറ്റും.
സാന്ദീപമുനി പറഞ്ഞു, ഞാനത് സംസാരിക്കാം, ഞാൻ അവനുമായി സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സാന്ദീപമുനി കൃഷ്ണനോട് ഈ കാര്യം പറയാനായി അവിടെ നിന്നിറങ്ങി നേരെ പ്രഭാസ തീർത്ഥത്തിലേക്ക് ചെന്നു. പ്രഭാസ തീർത്ഥത്തിലെത്തിയ സാന്ദീപമുനിയെ കൃഷ്ണൻ 2 കൈകളും നീട്ടി സ്വീകരിച്ചു. അവര് രണ്ടുപേരും ശാന്തമായ കടൽക്കരയിലേക്ക് എത്തി. അപ്പോൾ സാന്ദീപമുനി ചോദിച്ചു, കൃഷ്ണ നിനക്ക് സുഖമാണോ? കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് സുഖമാണ്, പക്ഷേ ഹസ്തിനപുരത്ത് അസ്വസ്ഥതയാണ്. അപ്പോൾ ഉടനെ പറഞ്ഞു, നീ അവിടുത്തെ കാര്യവും അറിഞ്ഞോ? അതെ, ഞാൻ എല്ലായിടങ്ങളിലും ചാരന്മാരെ അയക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ ഞാൻ നിനക്ക് ഒരു വലിയ വാഗ്ദാനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, എന്താണ് മഹാമുനെ, ആ വാഗ്ദാനം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദ്രുപദന്റെ മകളായ ദ്രൗപദി. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അതേ ദ്രൗപദിയെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ദ്രൗപദി സുന്ദരിയാണ്, അതീവ സുന്ദരിയാണ് എന്ന് മാത്രവുമല്ല ദ്രൗപദി ഉറച്ച മനസ്സുള്ള സ്ത്രീയാണ്. അപ്പൊ സാന്ദീപമുനി ചോദിച്ചത് നിനക്കെങ്ങനെ അറിയാം? അതറിയാം, അതെനിക്ക് ഇവിടെ ഇരുന്നാലും അറിയാം, അവൾ അതീവ സുന്ദരിയാണ്. അങ്ങനെയാണെങ്കിൽ ആ സുന്ദരിയെ നിനക്ക് സ്വന്തമാക്കണ്ടേ? കൃഷ്ണൻ സാന്ദീപമുനിയെ നോക്കി. എന്താണ് ഗുരു പറഞ്ഞു വരുന്നത്? നോക്കൂ കൃഷ്ണ, ദ്രുപദന് തൻ്റെ മകളായ കൃഷ്ണയെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, പല സ്ഥലത്ത് ചെന്നാലും ഞാനൊരാട്ടിടയനാണ്, എനിക്ക് രാജസദസ്സിൽ രാജാക്കന്മാരുടെ കൂടെ ഇരിപ്പിടം പോലും കിട്ടാറില്ല. അപ്പോൾ സാന്ദീപമുനി പറഞ്ഞു, നിന്നെ രാജാവാക്കും എന്ന് മാത്രവുമല്ല മധുര പുനർനിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, മറ്റൊരാളുടെ ഔദാര്യം വാങ്ങിച്ചുകൊണ്ടാണോ ഞാൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടത്? അപ്പൊ സാന്ദീപമുനി പറഞ്ഞു, കൃഷ്ണ ഇത് ഔദാര്യമല്ല, പകരം നീ തിരിച്ചൊന്ന് ചെയ്യണം. നിനക്കറിയാമോ, അദ്ദേഹത്തിന്റെ മനസ്സ് പക കൊണ്ട് മൂടിക്കിടക്കുകയാണ് ദ്രോണരോടുള്ള. നീ ദ്രോണരെ യുദ്ധത്തിൽ ജയിക്കണം, അത് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പൊ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല, കൊള്ളാം. അപ്പോൾ ശരിക്കും ദ്രോണരെ യുദ്ധം ചെയ്ത് തോപ്പിക്കുന്നതിനുള്ള ഒരു സമ്മാനമാണ് ദ്രൗപദി. അപ്പൊ സാന്ദീപമുനി വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അവളെ കുറിച്ച് അങ്ങനെ പറയരുത്, അവൾ ഉറച്ച മനസ്സുള്ള സ്ത്രീയാണ്, അവളെ കുറിച്ചത് പറയരുത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, മുനി, ദ്രൗപദിയോട് എനിക്ക് സ്നേഹമാണ്. ദ്രൗപദിയെ ആർക്കാണ് സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നത്? അവൾ ഉത്തമയായ സ്ത്രീരത്നം തന്നെയാണ്, എനിക്ക് അവളെ ഇഷ്ടവുമാണ്. പക്ഷേ ഞാൻ ഈ കരാറിനോടാണ് എതിർക്കുന്നത്. ഞാൻ ദ്രൗപദിയെ വിവാഹം കഴിച്ചാൽ ദ്രോണാചാര്യരെ പിടിച്ചുകെട്ടി ദ്രുപദന്റെ മുന്നിൽ കൊണ്ടുവരണം. ദ്രോണാചാര്യരെ പിടിച്ചുകെട്ടാൻ ഞാൻ ചെന്നാൽ ആദ്യം എതിർക്കുന്നത് അർജുനനായിരിക്കും. എനിക്ക് അർജുനനെ തോൽപ്പിക്കേണ്ടി വരും. അത് തോൽപ്പിക്കാം, പക്ഷേ പഞ്ചപാണ്ഡവർ അവർ ധർമ്മം സ്ഥാപിക്കാൻ വന്നതാണ്. അവർ ഒരിക്കലും തോക്കുന്നത് എനിക്കിഷ്ടമല്ല. പഞ്ചപാണ്ഡവർ തോറ്റാൽ ധർമ്മമാണ് തോക്കുന്നത്. അതുകൊണ്ട് ദ്രുപദൻ മഹാരാജാവിനോട് പറയൂ, അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിന് നന്ദി. ദ്രൗപദിയെ എനിക്ക് തരാമെന്ന മനസ്സിനും നന്ദി. ദ്രൗപദിയോടും പറയൂ, എനിക്ക് ദ്രൗപദിയെ ഇഷ്ടം തന്നെയാണ്, പക്ഷേ ഈ ഒരു കരാറ് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ദ്രോണരെ തോൽപ്പിക്കുക എന്ന കരാറ് എനിക്ക് ഒരിക്കലും പറ്റില്ല. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ നീ അങ്ങനെ പറയരുത്, നീ ധർമ്മം സ്ഥാപിക്കാനാണ് വന്നിരിക്കുന്നത്. നോക്കൂ, ദ്രുപദനെ സംബന്ധിച്ചിടത്തോളം ദ്രോണാചാര്യരുടെ അപമാനം മനസ്സിൽ കിടന്ന് തിളയ്ക്കുകയാണ്. ഈ പക മൂത്തിട്ട് ദ്രുപദൻ ഏതറ്റം വരെയും പോകും. ഒരു പക്ഷേ ദ്രുപദൻ ജരാസന്ധനുമായി സന്ധി ചേർന്നു എന്ന് വരെ വരാം. ജരാസന്ധനും ദ്രുപദനും കൂടെ ഒന്നിച്ചായാൽ ജരാസന്ധന് തൻ്റെ മകൾ ദ്രൗപദിയെ ദ്രുപദൻ വിവാഹം കഴിച്ചയച്ചാൽ അതൊരു വലിയ കോളിളക്കമുണ്ടാക്കും.
അത് ഈ ആര്യാവർത്തത്തിൽ അധർമ്മം പടരാൻ ഇടയാക്കും. കൃഷ്ണ, നീ ധർമ്മം സ്ഥാപിക്കാൻ വന്നവനാണെങ്കിൽ അതിനിടയാക്കരുത്. ദ്രൗപദിയെ കിട്ടിയാൽ ജരാസന്ധനും ദ്രുപദനും ചേർന്ന് ഹസ്തിനപുരത്തെ ആക്രമിച്ചാൽ അതിനെ തടുത്തു നിർത്താൻ ഒരുപക്ഷെ ഹസ്തിനപുരത്തിന് പറ്റില്ല. ഇവിടെ മുഴുവനും അധർമ്മം വ്യാപിക്കും. കൃഷ്ണൻ അസ്വസ്ഥനായിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഹസ്തിനപുരത്തിലേക്കൊന്ന് പോയിട്ട് വരട്ടെ. യുധിഷ്ഠിരൻ രാജാവായതിൽ പിന്നെ ഞാൻ ഹസ്തിനപുരത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, നീ ഇനി എന്തിനാണ് ഹസ്തിനപുരത്തിൽ പോകുന്നത്? ഹസ്തിനപുരത്തിലേക്ക് പോകണ്ട. കാരണം യുധിഷ്ഠിരൻ രാജാവല്ല. യുധിഷ്ഠിരനെയും കൂട്ടരെയും അവിടെ നിന്ന് നാട് കടത്തി. കൃഷ്ണൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എന്ത്? യുധിഷ്ഠിരനെയും കൂട്ടരെയും നാട് കടത്തിയെന്നോ? അതെ, യുധിഷ്ഠിരനെയും കൂട്ടരെയും അവിടെ നിന്ന് നാട് കടത്തിയിരിക്കുകയാണ്. എന്ത് കാരണത്തിന് അറിയില്ല. അങ്ങോട്ടേക്ക് പോയ ശ്വേതകേതുവാണ് വന്നത്. ശ്വേതകേതു എന്നോടൊപ്പമുണ്ട്. കൈയടിച്ച് ശ്വേതകേതുവിനെ വിളിച്ചു. അപ്പൊ ശ്വേതകേതു പറഞ്ഞു, അതെ, ദുര്യോധനനും ധൃതരാഷ്ട്രരും കൂടെ ചേർന്ന് നടത്തിയ പദ്ധതിയാണ്. ഉദ്ധവൻ അവരോടൊപ്പം കൂടെ പോയിട്ടുണ്ട്. അവരെ നാട് കടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങൾ മുഴുവൻ കരഞ്ഞുകൊണ്ട് പോകല്ലേ എന്ന് പറയുകയാണ് യുധിഷ്ഠിരനോട്. അപ്പൊ സാന്ദീപ മുനി പറഞ്ഞു, ഇനി നീ ഹസ്തിനപുരത്തിലേക്ക് പോകണ്ട, നേരെ ദ്രുപദന്റെ അടുക്കലേക്ക് ചെല്ലൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുനി, ഇപ്പോഴാണ് ഞാൻ ഹസ്തിനപുരത്തിലേക്ക് പോകേണ്ടത്. അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണ്. എൻ്റെ സാന്നിധ്യം അവിടെ അത്യാവശ്യമാണ്. എനിക്കവിടെ പോയേ പറ്റത്തുള്ളൂ. ഞാൻ ഹസ്തിനപുരത്തിലേക്ക് പോവുകയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റുന്നു. ഒരു കാര്യം ചെയ്യൂ, ശ്വേതകേതുവിനോട് ദ്രുപദന്റെ അടുക്കലേക്ക് ചെല്ലാൻ പറയൂ, എന്നിട്ട് എൻ്റെ സന്ദേശം അയക്കൂ. അപ്പോൾ സാന്ദീപമുനി കൗതുകത്തോടെ നോക്കി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഹസ്തിനപുരത്തിലേക്ക് പോകുന്നു. ഹസ്തിനപുരത്തിൽ നിന്നും ഞാൻ നേരെ ദ്രുപദന്റെ കൊട്ടാരത്തിലേക്ക് എത്തും. അവിടെ എത്തി ഞാൻ പാഞ്ചാലിയെയും കാണും. അതിനുശേഷം ഞാൻ എൻ്റെ രാജാവായ ഉഗ്രസേനനോടും എൻ്റെ പിതാവായ വാസുദേവനോടും അമ്മയോടും ദ്രൗപദിയെ വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതാണ്. അതുവരെ കാത്തിരിക്കാൻ പറയൂ. സാന്ദീപമുനി അത്ഭുതപ്പെട്ടു പോയി. ഇതുവരെ ദ്രൗപദിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാതിരുന്ന കൃഷ്ണൻ ഒറ്റയടിക്കാണ് മലക്കം മറിഞ്ഞത്. അതെ, അവൻ സന്ദർഭത്തിനൊത്താണ് ഉയരുന്നത്. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. സാന്ദീപമുനി പറഞ്ഞു, പോയിട്ട് വരൂ. ശ്വേതകേതുവിനോട് പറഞ്ഞു, ചെല്ലൂ, അവിടെ ചെന്ന് പറയൂ, ദ്രൗപദിയെ എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ വരുന്നു. ഞാൻ വന്ന് അവിടെ സംസാരിക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ പിതാവും മാതാവുമായി സംസാരിച്ചിട്ട് ദ്രൗപദിയെ വിവാഹം കഴിക്കാൻ ഉള്ള ആലോചനകളുമായി എൻ്റെ മാതാപിതാക്കൾ അവിടെ എത്തുന്നതാണ്. അതുവരെ കാത്തിരിക്കാൻ പറയണം. എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്നും പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഹസ്തിനപുരത്തിലേക്ക് പോവുകയാണ്. അവിടുന്ന് ദ്രൗപദിയുടെ അടുക്കലേക്ക് പോവുകയാണ്. കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. ഈ സമയത്ത് വൃന്ദാവനത്തിലും അങ്ങനെ തന്നെ. വൃന്ദാവനത്തിൽ രാധയുടെ സമീപത്ത് കീർത്തിമാതാവ് എത്തിയിട്ട് പറഞ്ഞു, രാധേ, എനിക്ക് ഈ സ്വത്തുക്കളിലും ഒന്നും യാതൊരു താല്പര്യവും എനിക്കില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തീർത്ഥാടനത്തിന് പോകണം രാധേ. അപ്പൊ രാധാറാണി പറഞ്ഞു, നന്നായി അമ്മേ, തീർത്ഥാടനത്തിന് പോയിട്ട് വരൂ. പക്ഷേ രാധേ, നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞെ, കൃഷ്ണൻ വേറെ വിവാഹം കഴിച്ചു കഴിഞ്ഞു. നീ ഇനി ഒരു വിവാഹം കഴിക്കണം. നിന്നെ ഒരു കൈകളിലേക്ക് എനിക്ക് ഏൽപ്പിക്കണം. അതിനുശേഷം വേണം എനിക്ക് പോകേണ്ടത്. രാധാറാണി പറഞ്ഞു, ജീവിതകാലം മുഴുവനും ബ്രഹ്മചാരിയായി കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ബ്രഹ്മചാരിണിയായിരിക്കും. ഇനി ആരും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ പറയരുത് മകളെ, അങ്ങനെ പറയരുത്. എൻ്റെ ആത്മാവ് ശാന്തമായി പോകണമെന്നുണ്ടെങ്കിൽ നീ ഒരു വിവാഹം കഴിക്കണം. നിന്നെ ഇവിടെ ഏകയാക്കിയിട്ട് എനിക്ക് മരിക്കാൻ പോലും പറ്റില്ല മോളെ. അതുകൊണ്ട് മോളെ, നിന്നോട് ഞാൻ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, നോക്കൂ മോളെ, നിന്നെ വിവാഹം കഴിക്കാൻ ഒരാൾ വേണം. അത് വന്നിരിക്കും.
രാധ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ സമ്മതിച്ചാൽ പോലും ആരും വരില്ലമ്മേ. കാരണം കൃഷ്ണനുമൊത്ത് ആടിപ്പാടി നടന്ന് കൃഷ്ണന് മനസ്സും ശരീരവും സമർപ്പിച്ച പെണ്ണാണ് രാധ. ഈ രാധയെ സ്വീകരിക്കാൻ ആര് തയ്യാറാകും? അപ്പൊ കീർത്തി മാതാവ് പറഞ്ഞു, തയ്യാറായി ആള് വന്നു കഴിഞ്ഞു. അപ്പൊ രാധ ചോദിച്ചു, ആരാണ് തയ്യാറായി വന്നത്? അപ്പോൾ പറഞ്ഞു, അതെ, നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടൊരാൾ വന്നു കഴിഞ്ഞു. നിന്റെ എല്ലാ ചരിത്രങ്ങളും അറിഞ്ഞുകൊണ്ടാണ് രാധയെ വന്നിരിക്കുന്നത്. അപ്പൊ രാധയ്ക്കൊരു കൗതുകമുണ്ടായി. രാധ പറഞ്ഞു, ആരാണമ്മേ, അതാരാണെന്ന് പറയൂ. അപ്പോ പറഞ്ഞു, പറയാം മോളെ, ഞാനതാരാണെന്ന് പറയാം. നീയും കൃഷ്ണനും തമ്മിലുള്ള എല്ലാ ബന്ധവും അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്ന അത് മറ്റാരുമല്ല, അയനാണ് വന്നിരിക്കുന്നത്. അയന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അയന് കഴിഞ്ഞതൊന്നും ഒരു പ്രശ്നമല്ല. അയൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. മകളെ, ഈ അമ്മയ്ക്ക് വേണ്ടി നീ അത് സമ്മതിക്കണം. അയന് പണ്ടേ നിന്നെ ഇഷ്ടമായിരുന്നു. വൃന്ദാവനത്തിൽ വെച്ച് കൃഷ്ണൻ ഉള്ളപ്പോഴേ നിന്റെ ഇഷ്ടമായിരുന്നു. പക്ഷെ നിന്റെ മനസ്സ് മുഴുവനും കൃഷ്ണന്റെ കൂടെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അയൻ നിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. മോളെ, നിന്നെ അയന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. പറയൂ മോളെ, വ്യക്തമായ ഒരു മറുപടി പറയൂ. അപ്പൊ രാധാറാണി പറഞ്ഞു, ഞാൻ പറയാം. രാധായുടെ മറുപടിയിലേക്ക്, രാധാജിയുടെ മറുപടി കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ് കീർത്തി മാതാവ്. അതെ, അയന വിവാഹം കഴിക്കണം. രാധാറാണിയുടെ മറുപടി എന്താണ്? രാധാറാണി തയ്യാറാകുമോ? അടുത്ത ചൊവ്വാഴ്ച ഞാൻ വീണ്ടും വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.